ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വീണ്ടും ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ ദൈവം മുമ്പാകെ കടന്നു വന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഗ്രഹിപ്പാൻ, ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ ദൈവം ഒരവസരം കൂടെ ദാനം ചെയ്തതിനെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ നമ്മൾ ഏറിയ തിരുവെഴുത്തുകളെക്കുറിച്ച് ചിന്തിപ്പാനും സമാഗമന കൂടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിപ്പാനും അതിലെ ഉപകരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിപ്പാനും ഒക്കെ നമ്മൾക്ക് ദൈവം അവസരങ്ങളെ നൽകി. ഈ രാത്രി നമുക്ക് വീണ്ടും ഒന്നിച്ച് ദൈവസന്നിധിയിൽ കൂടിയിരുന്നു കൊണ്ട് വീണ്ടും നമുക്കതിൻ്റെ ചില ഭാഗങ്ങളെ ചിന്തിച്ച് നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് ഉതകുന്ന ചില ചിന്തകളെ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് നമുക്ക് അതിനായിട്ട് നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപകർന്നതിനായി സ്തോത്രം. തുടർന്നും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കും. ഞങ്ങളിന്ന് ദൈവവചനം ചിന്തിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. അതേ ആത്മാവിനാൽ ഞങ്ങൾക്ക് ഈ തിരുവെഴുത്തുകളെ ധ്യാനിപ്പാൻ, അതിൻ്റെ ആഴങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവ് കൃപ നൽകണം. കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഒരുപോലെ ആത്മീയത്തിന് പ്രയോജനമുള്ളത് ഉളവായി വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപയറണം. പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിൽ ഞങ്ങളെ നിർത്തും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിലൊക്കെ ഈ തിരുവെഴുത്തിൻ്റെ ഈ തിരുവചന ധ്യാനം അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തിനെ ഞാൻ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണങ്ങൾക്ക് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. വീണ്ടും തികഞ്ഞ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ തിരുവെഴുത്തുകളുടെ ധ്യാനത്തിന് മുമ്പാകെ ഇരിപ്പാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഞാൻ എന്നും എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ഈ തിരുവെഴുത്തുമായിട്ട് ഈ തിരുവെഴുത്തിൽ നിന്നുള്ള ധ്യാനം കേൾപ്പാനായി മീഡിയാസിന് മുമ്പിലിരിക്കുമ്പോൾ നിങ്ങൾ തികഞ്ഞ അച്ചടക്കത്തോടെ, തികഞ്ഞ ശാന്തതയോടെ, ഒരു ശാന്തമായ അന്തരീക്ഷത്തിലിരിപ്പാൻ, കുഞ്ഞുങ്ങൾ ബഹളം ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളോ മറ്റ് ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഏകാഗ്രതയ്ക്ക് അശാന്തമായ ഒരു അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്രമീകരിച്ചിട്ട് ദൈവസന്നിധിയിലായിരിക്കാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിലൊക്കെ തിരുവെഴുത്തുകളിൽ നിന്ന് ചിന്തിക്കുകയും സഹകരിക്കുകയും ചെയ്ത് എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം നിങ്ങളുടെ സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വാട്സാപ്പ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ മാത്രം നിങ്ങളുടെ സംശയങ്ങൾ അറിയിപ്പാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സമയം കിട്ടുന്നതിനനുസരിച്ച് അതിനെല്ലാം കൃത്യമായ മറുപടി ഞങ്ങൾ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ ആത്മാർത്ഥമായി സഹകരിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു. ചില സന്ദർഭം നിങ്ങൾ ആയിട്ട് വിളിച്ചാൽ ചില സന്ദർഭങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനും അതിന് മറുപടി തരുവാനുള്ള സാഹചര്യങ്ങളില്ലാതെ വരും. അതുകൊണ്ട് തന്നെ ഇതാകുമ്പോൾ ശാന്തമായ ഒരു സന്ദർഭത്തിൽ നമുക്ക് മറുപടി തരുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ചിന്തയിലേക്ക് കടന്നു വരുന്നത് ധൂപപീഠം എന്ന് പറയുന്ന വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ ധൂപപീഠത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ആലയത്തിനകത്ത് വെക്കുന്ന ധൂപപീഠം എന്നുള്ള സബ്ജക്റ്റ് നമ്മളിന്ന് ചിന്തയ്ക്ക് ആധാരമായിട്ട് എടുക്കുകയാണ്. അതിലും നമുക്ക് ചില തിരുവെഴുത്തുകളെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. 1 മുതൽ ചില വാക്യം. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠം ഉണ്ടാക്കണം. ഹദിരമരം കൊണ്ട് അത് ഉണ്ടാക്കണം. അത് 1 മുഴം നീളവും 1 മുഴം വീതിയുമായി സമചതുരവും 2 മുഴം ഉയരവുമായിരിക്കണം. അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. അതിന്റെ മേൽപ്പലകയും ചുറ്റും അതിന്റെ പാർശ്വങ്ങളും കൊമ്പുകളും ഇങ്ങനെ അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അതിനു ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കും ഉണ്ടാക്കണം. ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ അതിന്റെ വക്കിന് കീഴെ ഇരുപുറത്തും ഈ 2 പൊൻവളയവും ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടി. ഇത് ഈ ധൂപപീഠം ഹദിരമരം കൊണ്ടുണ്ടാക്കി അതിൻ്റെ പുറത്ത് പൊന്നുകൊണ്ട് പൊതിഞ്ഞിട്ട് അതിൻ്റെ 4 മൂലയ്ക്ക് നമ്മുടെ യാഗപീഠത്തിലുള്ളത് പോലെ തന്നെ 4 ഭാഗങ്ങളിലും 4 കൊമ്പുകളുണ്ട്. ഇതിനെ തങ്കം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. അതിന് ധൂപപീഠം ചുമന്നുകൊണ്ട് പോകുന്നത് യാഗപീഠം ചുമന്നുകൊണ്ട് പോകുവാൻ അതിന് വളയങ്ങൾ പിടിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഇതിന് വളയങ്ങളുണ്ട്. അത് ചുമന്നു കൊണ്ടുപോകേണ്ടതിനാണ്. ഇത് ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ പ്രധാന വിശുദ്ധ സ്ഥലം 2 സ്ഥലങ്ങളാണല്ലോ നമ്മളിതിൽ ഈ ആലയത്തുള്ള 3 ഭാഗങ്ങളുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഇപ്പുറത്തായിട്ടുള്ള ആദ്യത്തെ ഭാഗം വിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന 3 ഉപകരണങ്ങൾ. ഒന്ന് നമ്മൾ ചിന്തിച്ചു, നിലവിളക്ക്, ധൂപപീഠം, കാഴ്ചയപ്പത്തിൻ്റെ മേശ. അപ്പോൾ ഈ 3 ഉപകരണങ്ങളാണ് വിശുദ്ധ സ്ഥലത്ത് വെക്കുന്നത്. അതിൽ ധൂപപീഠം വെക്കേണ്ട സ്ഥലം ആലയത്തിൻ്റെ അകത്തെ സ്ഥലത്ത്, വിശുദ്ധ സ്ഥലത്ത് വെക്കുന്ന ഉപകരണമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ആഴമായി എന്താണ് ധൂപപീഠം, ഈ ധൂപപീഠത്തിൻ്റെ ആത്മീകമായ അർത്ഥം എന്താണ്,
ഇവയെല്ലാം നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ ആവശ്യം ഇന്നുണ്ടോ? ഇവയെല്ലാം നമുക്ക് തുടർന്നുള്ള തിരുവഴുത്തുകളിലൂടെ നമുക്ക് വായിച്ച് അത് നമുക്ക് അതിൻ്റെ ആഴങ്ങൾ പുതിയ നിയമസഭയ്ക്ക് അതെന്തിനെ കുറിക്കുന്നു, പഴയ നിയമസഭയ്ക്ക് എന്തുദ്ദേശത്തോടെ കൊടുത്തു, ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് വേദപുസ്തകത്തിലുണ്ട്. നമുക്കത് കാണുവാനും ഗ്രഹിപ്പാനും ഉള്ള കൃപ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ലളിതമായിട്ട് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും പക്വപ്പെടുത്തുവാനുമായിട്ട് സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ തികഞ്ഞ പ്രാർത്ഥനയോടിരിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ഈ പഴയ നിയമത്തിൽ ധൂപപീഠത്തെ കൊടുത്തിരുന്നത്? എന്തിനാണ്? ധൂപപീഠത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞുവോ? എന്തിനെ ഉദ്ദേശിച്ചാണ്? അപ്പം നമ്മൾ എബ്രായർ 11 ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? ന്യായപ്രമാണമോ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല, വരുവാനിരുന്നവയുടെ നിഴലത്രേ. അപ്പം നിഴലാണ്. നിഴൽ നീങ്ങി അതിൻ്റെ പൊരുൾ വെളിപ്പെട്ടെങ്കിൽ നിഴലിന് പിന്നെ എന്തില്ല? പ്രസക്തിയില്ല. അപ്പം നമുക്കത് ചിന്തിക്കാം. എന്തിന് ഈ ധൂപപീഠം എന്തിന് നിഴലായിരിക്കുന്നു? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചു. അപ്പൊ പ്രാർത്ഥന എന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം. അപ്പൊ ഇതിനകത്ത് എന്തിന് ഉദ്ദേശിക്കുന്നു വെച്ചാൽ ഇതിനകത്ത് ധൂപവർഗമിട്ട് അതിൻ്റെ പുക സൗരഭ്യമായിട്ട് ഉയരേണ്ടതിന് വേണ്ടിയിട്ടുള്ള അത് കത്തിക്കാനുള്ളൊരു ഉപകരണമാണ് ധൂപപീഠം. അപ്പം അതിൻ്റെ ആത്മീകമായ അർത്ഥം, യഥാർത്ഥത്തിലുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് ഈ ധൂപപീഠത്തിൽ നിന്ന് ഉയരേണ്ടത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ധൂപപീഠം എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയ്ക്ക് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ എൻ്റെ പ്രാർത്ഥന നിന്റെ തിരുസന്നിധിയിൽ ധൂപമായും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നിഴലായിട്ടാണ് പഴയ നിയമത്തിൽ ഈ ധൂപപീഠത്തെ കാണിച്ചത്. അപ്പം എന്താണ് ധൂപപീഠം എന്ന് നമുക്ക്, ധൂപപീഠം സമം ധൂപം എല്ലാം പ്രാർത്ഥനയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും ധൂപപീഠം എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാം. ധൂപപീഠം എന്ന് പറയുന്നത് എന്തോ കൊണ്ടുണ്ടാക്കിയെന്നാണ് നമ്മൾ വായിക്കുന്നത്? ഹതിരമരം കൊണ്ടുണ്ടാക്കി. നമ്മൾ ഈ ഹതിരമരത്തെക്കുറിച്ച് നമ്മൾ ഈ സമാഗമന കൂടാരത്തിൻ്റെ പ്രാരംഭ സമയം മുതൽ ഹതിരമരത്തെക്കുറിച്ച് ചിന്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം. ഹതിരമരം എന്ന് പറഞ്ഞാൽ വെട്ടിയെടുക്കപ്പെട്ട ഹതിരമരം, അങ്ങ് നിൽക്കുന്ന ഹതിരമരമല്ല. അത് പച്ചയായിട്ട് ഭൂമിയിൽ നിലനിൽക്കുന്ന മരമല്ല. വെട്ടിയെടുക്കപ്പെട്ട ഹതിരമരം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിക്കുന്നതാണ്. അത് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുന്ന ആരെങ്കിലും ആദ്യമായിട്ടാണ് ധൂപപീഠത്തെ പറ്റി കേൾക്കുന്നതെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വീണ്ടും അത് ആവർത്തിക്കേണ്ടിയിരിക്കുന്നത്. ഹതിരമരം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ നിൽക്കുന്ന ഒരു മുള്ളുള്ള വരണ്ട കഠിനമായ ഒരു വൃക്ഷമാണ്. അത് ആർക്കും ഉതകാത്തതാണ്. വിറകിന് വേണ്ടി മാത്രം ഉതകുന്ന, വെട്ടിയെടുക്കുന്ന, തീക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വൃക്ഷമാണ്. പക്ഷേ അത് എന്തിനെ കാണിക്കുമെന്ന് ചോദിച്ചാൽ ഈ വെട്ടിയെടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ പാപിയായി, മനുഷ്യർക്കും ദൈവത്തിനും പ്രയോജനമല്ലാത്ത പാപിയായ ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഹതിരമരം. അത് എന്തിനെ കാണിക്കുമെന്ന് ചോദിച്ചാൽ ഹതിരമരം തീക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ പാപിയായ മനുഷ്യൻ നരകത്തിന് വേണ്ടി ഒതുക്കപ്പെട്ടിരുന്നവനാണ്. എന്നാൽ അവിടുന്ന് വെട്ടിയെടുക്കപ്പെട്ട ഹതിരമരം എന്ന് ചോദിച്ചാൽ പാപിയായിരുന്ന മനുഷ്യൻ, ലോകത്തിൽ പാപിയായിരുന്നവൻ, മണ്ണിൽ നട്ടിരിക്കുന്ന ഹതിരമരം പോലെ, മണ്ണിൽ മുളച്ചിരിക്കുന്ന ഹതിരമരം പോലെ പാപിയായി ഭൂമിയിൽ ഈ മണ്ണിന് വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യൻ അവനെ വീണ്ടെടുത്തു കൊണ്ടുവരുന്ന അവസ്ഥയാണ് ഇവിടെ ഈ ഹതിരമരത്തെ വെട്ടി ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപകരണമാക്കി തീർത്തത് കാണിക്കുന്നത്. അപ്പോൾ അത് പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കപ്പെട്ട ഇവിടെ ഈ ഹതിരമരം ഏതാണെന്ന്, ആലയത്തിലുള്ള വന്ന ഹതിരമരം ഏതാണെന്ന് ചോദിച്ചാൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിക്കുന്നതാണ്. അപ്പോൾ ഈ ധൂപപീഠം ഏതാണെന്ന് ചോദിച്ചാൽ ധൂപപീഠ അർത്ഥം വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിയാണ്. അപ്പോൾ നമ്മളത് തുടർന്ന് അപ്പം ഇങ്ങോട്ട് പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വരുമ്പോൾ ഇതര വാക്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിയാകുന്ന ഹതിരമരത്തെ ആ ധൂപപീഠം ഉണ്ടാക്കിയിട്ട് അതിലെന്ത് പൊതിയണം? തങ്കം കൊണ്ട് പൊതിയണം. അപ്പം തങ്കത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും മുൻ പാർട്ടുകളിൽ നമ്മൾ ചിന്തിച്ചു. തങ്കം എന്തിനു നിഴലാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന് നിഴലാണ്. അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനെന്ന് നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1:14-15 വായിക്കുന്നു. ദാനിയേൽ പ്രവചനത്തിൽ 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ്റെ 10:6 വായിച്ച്. ദാനിയേൽ 10:6
അവന്റെ ദേഹം ആ ഗോമേതകം പോലെയും ആ മുഖം മിന്നൽ പ്രകാശം പോലെയും ആ കണ്ണ് തീപന്തം പോലെയും ആ ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും ആ അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു അഞ്ചാം വാക്യം ഒന്ന് വായിക്കാമോ? ദാനിയേൽ 10:5. ശണവസ്ത്രം ധരിച്ചും ആ അരയ്ക്ക് ഊപാസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയവൻ. അപ്പൊ നോക്കൂ, തങ്കമണിഞ്ഞ് നിൽക്കുന്ന ക്രിസ്തുവിനെയാണ് അവിടെ കാണുന്നത്. അപ്പൊ അത് യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. ഈ പറഞ്ഞിരിക്കുന്ന തങ്കം ക്രിസ്തുവിന്റെ നിഴലാണ്. നമ്മൾ ഒരു വാക്യം കൂടി, ഗലാത്യലേഖനം 3-ാം അധ്യായം. ഗലാത്യലേഖനം 3-ാം അധ്യായം 27-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 27-ാം വാക്യം, ഗലാത്യലേഖനം 3. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോ ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ വേണ്ടി സ്നാനമേറ്റവരായ നാം എല്ലാവരും എന്ത് ചെയ്തിരിക്കുകയാണ്? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. നോക്കൂ, ഇവിടെ ഈ ഹതിരമരം വെട്ടിയെടുക്കപ്പെട്ട ഹതിരമരമാകുന്ന വിശ്വാസി, ഞാൻ നിങ്ങളുമാകുന്ന വിശ്വാസിക്കുന്നതാണ്. തങ്കം പൊതിഞ്ഞിരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ ഈ തങ്കം പൊതിഞ്ഞിരിക്കുന്നത് ഒരു വിശ്വാസി ക്രിസ്തുവിനെ ധരിച്ചതിന് നിഴലായിരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ധൂപപീഠം എന്തിനു നിഴലെന്ന് ചോദിച്ചാൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിക്ക് നിഴലാണ്. അപ്പൊ ധൂപപീഠത്തിനകത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ധൂപവർഗം, സുഗന്ധവാസന എവിടെ നിന്നാണ് ഉയരുന്നത്? ഈ ധൂപപീഠത്തിനകത്തുനിന്നാണ്. ഇതിനകത്താണ് അവര് തീക്കനലുകൾ ഉപയോഗിച്ചിട്ട് അതിലാണ് സുഗന്ധവർഗം വാരിയിടുന്നത്. അപ്പൊ ധൂപപീഠത്തിനകത്തു നിന്ന് സുഗന്ധം വാസനയായി ഉയരുകയാണ്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ച എവിടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപവർഗം. ഇപ്പൊ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എവിടെ നിന്നാണ് ഉയരുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉയരുന്നത്. അപ്പൊ ധൂപപീഠത്തിന്റെ ഉള്ളിൽ നിന്ന് സുഗന്ധവാസന ഉയരുന്നത് പോലെ നമ്മുടെ അകത്ത് നിന്ന് പ്രാർത്ഥന ഉയരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ധൂപപീഠം ഞാനും നിങ്ങളും തന്നെയാണ്. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. ഇത് വളരെ ലളിതമായിട്ടാണ് ഞാൻ പറയുന്നത്. പ്രൈസ്. പിന്നെ ചിലർക്കൊക്കെ വല്ലാത്ത വ്യാഖ്യാനങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാകാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്കോ വ്യാഖ്യാനം തോന്നുന്നവരെ പറ്റിയോ നമുക്കതിൽ ആശങ്കയോ സങ്കടമോ അല്ല. കാരണം അവർക്കത് ഗ്രഹിപ്പാനുള്ള പ്രാപ്തി അത്രേ ഉള്ളൂ. പ്രൈസ് ലോർഡ്. അപ്പം ധൂപപീഠം എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിയാണ്. വേദപുസ്തകം വെളിപ്പാട് പുസ്തകം കൃത്യമായിട്ട് പറയുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം അങ്ങനെയാണെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ഇനി പുതിയ നിയമസഭ, അതായത് ക്രിസ്തു സ്ഥാപിക്കപ്പെട്ട, ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമസഭ, AD നിന്ന് ആരംഭിക്കപ്പെട്ട പുതിയ നിയമസഭയ്ക്കകത്ത് ഇനി ഒരു ധൂപപീഠത്തിൻ്റെ ആവശ്യമില്ല, ഒരു ധൂപകലശത്തിൻ്റെയും. എനിക്ക് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ആത്മീകമായ ഒരു ശുശ്രൂഷയ്ക്കും ഒരിടത്തും പുകയിളക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കാലഘട്ടം കഴിഞ്ഞു. കാരണം നമ്മൾ നിൽക്കുന്നത് ന്യായപ്രമാണ സഭയിലല്ല, നമ്മൾ നിൽക്കുന്നത് സമാഗമന കൂടാരത്തിലല്ല, ന്യായപ്രമാണ കാലഘട്ടത്തിലല്ല. ഇത് ന്യായപ്രമാണ കാലഘട്ടത്തിൽ പിന്നീടൊരു കാലഘട്ടം. എവിടെ ഇപ്പോൾ സംസാരിക്കുന്നത് BC-യിൽ അല്ലെങ്കിൽ ന്യായപ്രമാണ കാലത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കൂ, പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രം കൊടുത്തിരുന്ന ഒരു നിഴലായി പുതിയ നിയമത്തിൽ അർത്ഥാൽ നമ്മളിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ ഒരു നിഴലായിട്ട് മാത്രം ഇതിനകത്ത് സിംബോളായിട്ട് മാത്രം കൊടുക്കപ്പെട്ടിരുന്ന കാര്യമാണ്. അത് കഴിഞ്ഞുപോയി. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരാത്മീക ശുശ്രൂഷയിലും നമ്മൾ ധൂപ കുറ്റി ആട്ടി അതിനകത്ത് കുന്തിരിക്കവിട്ട് പുകയ്ക്കേണ്ടതോ സുഗന്ധവർഗ്ഗങ്ങളിട്ട് അതിനകത്ത് പുകയ്ക്കുന്നതോ ദൈവത്തിന് പ്രസാദമല്ല. ഞാനും നിങ്ങളുമാകുന്ന ശുശ്രൂഷക്കാരാകുന്ന വിശ്വാസികളാകുന്ന ധൂപപീഠമാകുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് സൗരഭ്യവാസനയായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയരണം. അത് സ്വർഗത്തിലെത്തും. അല്ലാതെ ന്യായപ്രമാണ കാലഘട്ടത്തെ തിരിച്ചറിയാതെ, കാലഘട്ടത്തെ വിവേചിക്കാതെ, പ്രമാണങ്ങളെയും വ്യവസ്ഥകളെയും തിരുവെഴുത്തുകളെയും എന്തെന്ന് തിരിച്ചറിയാതെ സ്വയം വിഡ്ഢിയാകുകയും മറ്റുള്ളവരെ വിഡ്ഢിയാക്കി അതിനകത്ത് ഇട്ട് കറക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകളെ അവസാനിപ്പിച്ച് ദൈവകൃപയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ശുശ്രൂഷയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവരാജ്യത്തിനോ നിത്യജീവനോ അവകാശിയായി തീരുള്ളൂ. ഇല്ലെങ്കിൽ ആളുകളെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ആൾക്കാർക്ക് ഈ പൊതുവെയുള്ളൊരു രീതി എന്ന് പറഞ്ഞാൽ
ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാണുകയും കുറച്ച് ആഡംബരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുകയും വിശേഷമായിട്ട് കാണുകയും അങ്ങനെയൊക്കെ കണ്ടും കേട്ടും പോയാൽ മതി എന്നുള്ളതാണ് ആളുകളുടെ പൊതുവെ. വിദ്യാഭ്യാസമുള്ളവരായാലും സമ്പന്നരായാലും ഒരുപാട് പദവികൾ അലങ്കരിക്കുന്നവരായാലും അവർക്ക് അതൊക്കെ കൊണ്ട് അവർ തൃപ്തിപ്പെടുകയാണ്. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് വരുന്നത് ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. അതിന് ഭാഗ്യം സിദ്ധിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ധൂപപീഠത്തിൻ്റെ കാലഘട്ടം തീർന്നു. ഇനി ധൂപക്കുറ്റി അവൻ ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ധൂപപീഠമാണ്, നമ്മൾ ധൂപപീഠമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെ ധരിച്ചവനായിരിക്കണം എന്ന് വേദപുസ്തകം പറഞ്ഞു. അതാണ് അവിടെ നമ്മൾ വായിച്ചത്. തങ്കം പൊതിഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്താം. ഈ തങ്കം പൊതിഞ്ഞിരിക്കുന്ന ഈ ധൂപപീഠത്തിനകത്തും തീ കനൽ വീഴുകയാണ്. യാഗപീഠത്തിനകത്തും തീ കനലുണ്ട്. അപ്പം യാഗപീഠവും സമം ഇതുപോലെ തന്നെ എന്തോ ചെയ്തിരിക്കുകയാണ്, ഖദിരമരം കൊണ്ടുണ്ടാക്കി താമ്രം പൊതിഞ്ഞിരിക്കുകയാണ്. ഈ ഖദിരമരത്തെ താമ്രം പൊതിഞ്ഞിട്ട് സദാ രാവും പകലും നിത്യം ഇതിനകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിത്യം കത്തി നാം തീ എരിഞ്ഞ് തീയുടെ ചൂട് കൊണ്ട് ഇതിനകത്തെ ഖദിരമരം എന്ത് ചെയ്യാണ്, എരിഞ്ഞ് ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യാണ്, ഇതിനകത്ത് തന്നെ ചാരമായി ഇതിനകത്ത് തന്നെ മറയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഞാൻ ആ യാഗപീഠം ആ ഭാഗം എടുത്തപ്പോൾ നിങ്ങൾ മറന്നിട്ടില്ല എന്ന് കരുതുന്നു. എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രിസ്തുവിൽ എന്ത് ചെയ്യാണ്, ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട് യാഗപീഠം, ഞാനിപ്പം അതവിടെ നിർത്തിയിട്ട് യാഗപീഠത്തിലേക്ക് വരിക. യാഗപീഠവും അതുമായിട്ട് ചെറിയ ബന്ധങ്ങളുണ്ട്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് പറയാനാ. അപ്പോൾ യാഗപീഠത്തിലെ ഖദിരമരം ക്രമേണാൽ എന്ത് ചെയ്യാണ്, വെന്തെരിഞ്ഞ് അതിനകത്ത് ചാരമായി, അതിനകത്തുനിന്നൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ചാരമായി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചൊരു വാക്യം കൂടെ ഉണ്ട്, അത് നമ്മൾ ഓർപ്പിച്ച് മടങ്ങി വരാം. കൊലോസ്യർ 3:2, 3-ാം അധ്യായം 2-ാം വാക്യം. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ. കണ്ടോ, നിങ്ങൾ മരിച്ചു. നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മളെക്കുറിച്ച്, വീണ്ടെടുക്കപ്പെട്ട നമ്മളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ആത്മാവിൽ ഒരു രഹസ്യം പറയാം. നിങ്ങൾ ജീവിച്ചാണ് ഇരിക്കുന്നത്, പക്ഷെ നിങ്ങളിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, മരിച്ചു എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിൽ, ഈ ഖദിരമരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ജഡാവസ്ഥയാണ് കാണിക്കുന്നത്. നമ്മുടെ ജഡമനുഷ്യൻ മരിച്ചിട്ട് ക്രിസ്തുവിൽ എന്ത് ചെയ്തിരിക്കുക, മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോട് കൂടെ എന്ത് ചെയ്യും, തേജസ്സിൽ വെളിപ്പെടും. അതൊരു മർമ്മമാണത്. എത്ര പേർക്ക് ഗ്രഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അകത്തെ മനുഷ്യൻ, അകത്ത് വീണ്ടെടുപ്പ് പ്രാപിച്ച, അകത്ത് പ്രകാശനം പ്രാപിച്ച മനുഷ്യൻ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെട്ട്, നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനുമായിട്ട് ജീവിക്കുന്ന, ആ രീതിയിൽ ജീവിക്കുന്നവൻ്റെ ആത്മമണ്ഡലം ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഇതിന് നിഴലാണ്. ഏതാ, ഇതിനകത്ത് വെന്ത് ചാരമായി ഇതിൽ മറയുന്നത് പോലെ ഇതിൽ മറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടുത്തെ ഈ ധൂപപീഠത്തിലെ ഖദിരമരം എന്ത് ചെയ്യുന്നില്ല, യാഗപീഠത്തിലെ ഖദിരമരം വെന്ത് ചാമ്പലായി പോകുന്നത് പോലെ ധൂപപീഠത്തിലെ എന്ത് ചെയ്യുന്നില്ല, ഖദിരമരം വെന്ത് വെണ്ണീറായി ഇതിനകത്ത് തീരുന്നില്ല. കാരണം ഇത് പ്രത്യേക സന്ദർഭങ്ങളിൽ നിരവും അതിനകത്ത് നിരന്തരം 24 മണിക്കൂറും അതിനകത്തുനിന്ന് സൗരഭ്യവാസന ഉയരുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അതിനകത്ത് ആവശ്യങ്ങൾ വരുന്ന സമയങ്ങളിൽ തീ എന്ത് ചെയ്യുക, ആ ശുശ്രൂഷയുടെ സമയങ്ങളിൽ തീ അതിനകത്ത് വീഴുകയും അതിനകത്ത് സുഗന്ധവർഗം ഇടുകയും ആ സമയത്ത് മാത്രം എന്ത് ചെയ്യുകയാണ്, ഇതിനകം ചൂട് പിടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു വസ്തു ചൂട് പിടിക്കപ്പെട്ട എന്ത് ചെയ്യും, എരിയാതെ ചൂട് പിടിക്കാതെ എന്ത് ചെയ്യും, അത് കൂടുതൽ എന്ത് ചെയ്യുക, ടെമ്പർ ഉള്ളതായി കൂടുതൽ പക്വപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ ഇതിനകത്ത് ഈ ധൂപപീഠത്തിനകത്ത് ഈ അഗ്നി ഇട്ട് അതിനകത്ത് നമ്മൾ ഈ സുഗന്ധവർഗം ഇട്ട് കത്തിക്കുമ്പോൾ അതിനകത്ത് ഈ തങ്കത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഖദിരമരം അഥവാ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസി പ്രാർത്ഥനയാകുന്ന കനലിനകത്ത് അവൻ നീറും തോറും എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ അവൻ എരിഞ്ഞടങ്ങുകയല്ല, പ്രത്യുത അവൻ ആത്മീകമായി പക്വതയാർജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവന്റെ അനുഭവം അതാണ്. പ്രാർത്ഥിക്കാത്തവനോട് ഇത് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, ആത്മമണ്ഡലത്തിൽ വീണ്ടെടുക്കപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച്
ദൈവകൃപയിൽ നിരന്തരമായി വ്യക്തിപരമായ പ്രാർത്ഥന സമയങ്ങളെ വേർതിരിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി അവനും ദൈവമായിട്ടുള്ള ദൈവത്തോട് ആശയവിനിമയം ചെയ്ത് ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിച്ച് അനുഭവമുള്ള ഒരു വ്യക്തിക്ക് ഞാൻ ഈ പറഞ്ഞ പദം മനസ്സിലാകും. അവൻ പ്രാർത്ഥിക്കും തോറും ഇതിനകത്തെ കനലിനകത്ത് ഈ ഹതിരമരം ചൂട് പിടിച്ചവൻ ഇത് ഒരുങ്ങി പക്വതയാർജിക്കുന്നത് പോലെ ഒരു വിശ്വാസി പ്രാർത്ഥിക്കും തോറും അവൻ ആത്മീകമായി പക്വതയുള്ളവനായി, ആത്മീക അനുഭവങ്ങളുള്ളവനായി, അവൻ തികവുള്ളവനായി അവൻ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് രണ്ട് വാക്യങ്ങളെ വേണമെങ്കിൽ ഇത് വേറൊരു കാര്യം കൂടെ ഞാൻ ഇതിനോട് കൂടെ ചേർത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിനകത്ത് പ്രൈസ് ദി ലോർഡ്, ഇതിനകത്ത് നീറുമ്പോൾ എന്ത് ചെയ്യുക? ഇതിനകത്ത് കനലിട്ട് എന്ത് ചെയ്യുക? കനൽ ഇതിനകത്തിട്ട് ഈ കനൽ നീറുന്തോറും തങ്കവും ചൂട് പിടിക്കുന്നുണ്ട്. അകത്തെ ഹതിരമരവും എന്ത് ചെയ്യാണ്? ചൂട് പിടിക്കുമ്പോഴാണ് ആ ചൂട് പിടിക്കപ്പെട്ട അഗ്നിയിലേക്കാണ് എന്തിടുന്നത്? ഈ സൗരഭ്യ സുഗന്ധവർഗ്ഗങ്ങൾ അങ്ങോട്ട് വാരിയിടുന്നത്. സുഗന്ധവർഗം അകത്തോട്ട് വാരിയിടുമ്പോൾ അതിനകത്തുനിന്ന് എന്ത് ചെയ്യുക? ഈ ചൂട് പിടിച്ചിരിക്കുന്ന ധൂപപീഠത്തിനകത്തുനിന്ന് സൗരഭ്യവാസന പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ദൈവവേദലേ, നിന്റെ അകം നീറുന്തോറും, ആത്മാവിൽ നീറുന്തോറും, ഹതിരമരത്തിന്റെ നീറുന്നത് പോലെ നമ്മുടെ ആത്മാവിൽ നീറി ആ അഗ്നിയുടെ ജ്വലനം വരുന്തോറും നിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് ദുർഗന്ധമല്ല, അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് സൗരഭ്യവാസനയാണ്. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒരു സൗരഭ്യവാസനയായി തീരുന്നു. ഞാനും നിങ്ങളും ഒരു ദൈവസഭ, വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതൽ സൗരഭ്യവാസനയായി തീരുന്നത്, നമ്മുടെ ജീവിതം ഒരു സൗരഭ്യവാസനയായി തീരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ ധൂപപീഠമാകുന്ന നമ്മുടെ അകത്ത് ആത്മാവിന്റെ തീയാൽ നമ്മൾ നീറിപ്പുകയുമ്പോഴാണ്, പ്രാർത്ഥനയാൽ നീറുമ്പോഴാണ് നമുക്കൊരു സൗരഭ്യമായി തീരാൻ കഴിയുന്നത്. ഈ പ്രാർത്ഥനയിൽ നമ്മൾ നീറാതെ, ഈ പ്രാർത്ഥനയിൽ നമ്മൾ ജ്വലിക്കാതെ, ഈ അനുഭവങ്ങൾ നമ്മൾ ഇല്ലാതെ കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ അകത്തു നിന്ന് സൗരഭ്യവാസനയ്ക്ക് പകരം ദുർഗന്ധം വമിപ്പാനായിട്ട് ആരംഭിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയെ നിങ്ങൾ ദേശത്തിൽ സൗരഭ്യവാസനയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ നിങ്ങൾ ദേശത്തിന് സൗരഭ്യവാസനയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ നിങ്ങളുടെ സഭ, നിങ്ങളുടെ കുടുംബങ്ങൾ ദേശത്തിന് സൗരഭ്യവാസനയാണ്. എന്നാൽ പ്രാർത്ഥിക്കാത്തൊരു സഭയുണ്ടോ? പ്രാർത്ഥന ഇല്ലാത്തൊരു സഭയുണ്ടോ? അവിടെ ആ സഭ ദേശത്തിന് ദുർഗന്ധമായി തീരും. നിങ്ങൾ ദേശാന്തരങ്ങൾ നോക്കൂ. ആലയത്തിനകത്തുള്ള പ്രാർത്ഥനാ മണ്ഡലങ്ങൾ അസ്തമിച്ചു പോയ സഭകളെല്ലാം തന്നെ ദേശത്തിന് പരിഹാസ വിഷയമായി തീർന്നിട്ടുണ്ട്, ദേശത്തിന് അപമാനമായി തീർന്നിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭ ദേശത്തിന് സൗരഭ്യമായി തീർന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ നിങ്ങൾ ദേശത്തിന് സൗരഭ്യമാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഞാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നീറുന്ന അനുഭവങ്ങളിൽ എങ്ങനെങ്കിലും പ്രാർത്ഥിക്കുകയല്ല, ആത്മാവിൽ നീറുക, ആത്മാവിന്റെ കനലിൽ നീറുകയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ സൗരഭ്യവാസനയായി തീരും. നിങ്ങൾ പ്രയോജനമുള്ളവരായി തീരും, മറ്റുള്ളവർക്ക് ഗുണകരമായി തീരും. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിനകത്ത് നീ ഒരു സൗരഭ്യമായി തീരും, പുറത്ത് സൗരഭ്യമായി തീരും. കർത്താവ് പറഞ്ഞിരുന്നു, നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞത്. നമ്മൾ മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് ഗുണമുള്ളതായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എവിടം ഉണ്ടോ അതാണ് ഒന്ന് രണ്ട് വാക്യങ്ങളോടെ നമ്മൾ വായിച്ചാൽ നമുക്കത് ഗ്രഹിപ്പാനായിട്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ അവർ കൂടിയിരുന്ന് എന്ത് ചെയ്തു? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നു. നോക്കണം, നമുക്ക് ആ ചരിത്രം മുഴുവൻ അറിയാൻ, പറഞ്ഞ സമയം കളയുന്നില്ല. അതിനകത്ത് നമ്മൾ അവിടെ വേദപുസ്തകം വായിക്കുന്നത്, അവർ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. അവർ ദേശത്തിന് സൗരഭ്യമായി. അവിടെ കൂടി വന്നവർ അത് കണ്ടു. ഏകദേശം സഭ 3000 പേർക്ക് ഒരു സൗരഭ്യമായി തീർന്നു. പ്രാർത്ഥിക്കുന്നത് എവിടെ ഉണ്ടോ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. രണ്ടാമത്തെ മറ്റൊരു ആത്മീക മർമ്മം ഇതിനകത്ത്, നമ്മൾ
ധൂപപീഠത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അനുഭവം ഞാൻ പറഞ്ഞു. രണ്ടാമത്, ഈ ധൂപപീഠം എന്തിന് നിഴലാണെന്ന് ചോദിച്ചാൽ ധൂപപീഠവും ധൂപവർഗവും പ്രാർത്ഥനയ്ക്ക് നിഴലാണ്. ഒരു വാക്യം കൂടെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ വായിച്ച് അത് നമുക്കതിനെ ഒന്നുകൂടെ ഉറപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. നമുക്ക് വെളിപ്പാട് പുസ്തകം 5:8 തന്നെ വായിച്ചാൽ നമുക്ക് 5:8 8:5 കൂടെ വായിക്കണം. 5:8 വായിക്കും ആദ്യം. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാട്ടിന്റെ മുൻപാകെ വീണു. നോക്കൂ, നമ്മളോട് വായിക്കുന്നത് മതി, ആ ഒരൊറ്റ വാക്യം തന്നെ മതി, ധാരാളം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപ കലശം. അപ്പം വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് ഈ ധൂപപീഠവും അതിലെ ധൂപവർഗവും. എന്തിനു നിഴലാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് നിഴലാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവവേദന എവിടെ ഉണ്ടോ അവിടെയാണ് ദൈവത്തിന് സൗരഭ്യമായി നമുക്ക് തീരാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത് വേറൊരു കാര്യം, ഈ ധൂപപീഠം എവിടെ ഇരിക്കേണ്ടത്? ആലയത്തിൻ്റെ അകത്ത്, വിശുദ്ധ സ്ഥലത്ത്. അപ്പം നമ്മുടെ പ്രാർത്ഥന എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഉയരുന്നത്? നമ്മുടെ പ്രാർത്ഥന ഉയരുന്നത് എവിടെ നിന്നാണ്? വേദപുസ്തകം പറയും, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധമായ മന്ദിരമാണ്. വിശുദ്ധമായ മന്ദിരമാണ്. അങ്ങനെങ്കിൽ ഞാൻ ഈ ഓർപ്പിച്ചത് മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചതിലേക്ക് മടങ്ങി വരാം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. പുതിയ നിയമസഭയിൽ പ്രിയപ്പെട്ടവരെ, ആലയത്തിന് പ്രാധാന്യമില്ല. ആലയത്തിന്, അത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന മണിമേടകൾ പോലുള്ള ആലയങ്ങൾ, കോടികൾ മുടക്കി വെക്കുന്ന ഈ ആലയങ്ങളിലല്ല ദൈവം വസിക്കുന്നത്. അതൊക്കെ വെറും കാഴ്ചയ്ക്ക് മാത്രമേ. ആളുകൾക്ക് വേറൊന്നും കൊടുക്കാനില്ല. ആത്മീകമായതൊന്നും, നിത്യതയിലേക്ക് എത്തിക്കുന്നതൊന്നും അവർക്ക് കൊടുക്കുവാൻ കൈവശമില്ലാത്തതുകൊണ്ട് ആലയത്തിനകത്ത് ആഡംബരത്വങ്ങളും, ആലയത്തിനകത്ത് കയറുമ്പോൾ എന്തോ ഒരു വലിയ പ്രതീതി സൃഷ്ടിക്കുന്നു. ആലയത്തിനകത്ത് കയറുമ്പോൾ വലിയ ചിത്രങ്ങൾ, വലിയ ചിത്രപ്പണികൾ, വലിയ ആഡംബരമൊക്കെ കണ്ട് ആളുകൾ ഭയങ്കരമെന്ന് പറഞ്ഞ് ആളുകൾ ഇറങ്ങിപ്പോകുന്നു. അവർക്ക് കാണുവാനും കേൾക്കുവാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ. അതുകൊണ്ട് അവർ തൃപ്തിയാകുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ട് മനുഷ്യൻ ഇന്നും ആലയങ്ങളിൽ പ്രശംസിക്കുന്നു. മനുഷ്യൻ്റെ കൈപ്പണിയായ ആലയങ്ങളിൽ പല ക്രൈസ്തവ സ്നേഹിതരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നിടത്തെ ആലയം ഭയങ്കരം, അതിനകത്തൊന്ന് കയറി നോക്കണം. ആലയത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഇനി നമ്മൾ കൈപ്പണിയായി ആമ്പരചുംബികളായി വെക്കുന്ന ആലയങ്ങളിൽ ഒന്നിലും ദൈവമില്ല. ദൈവം എന്താ ഉദ്ദേശിച്ചത്? ദൈവം വസിക്കുന്നത് തൻ്റെ കൈപ്പണിയാൽ സൃഷ്ടിച്ച ആലയത്തില. വേദപുസ്തകം പറയുന്നു, അത്യുന്നതനായ ദൈവം മനുഷ്യന്റെ കൈപ്പണിയായ ആലയങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വാസം ചെയ്യുന്നില്ല. നിങ്ങളല്ലോ ജീവനുള്ള ദൈവത്തിന്റെ ആലയം, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ലയോ? അറിയുന്നില്ലയോ? അപ്പം ഞാനും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ധൂപപീഠം എവിടെ വെക്കുന്നത് ചോദിച്ചാൽ ഈ ആലയത്തിന്റെ സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്താണ് ഈ ധൂപപീഠം ഇരിക്കേണ്ടത്. അപ്പോൾ വേദപുസ്തകം പറയുന്നു ധൂപപീഠം ആലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത്. നോക്കൂ, മനുഷ്യ ശരീരത്തിന്റെ വിശുദ്ധമായ ഭാഗം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയം എന്ന് വേദപുസ്തകം പറയുന്നു. വിശുദ്ധമായി ഇരിക്കേണ്ടത് ഹൃദയമാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു സകല അശുദ്ധിയും ഹൃദയത്തിൽ നിന്നല്ലോ എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കപ്പെടുന്നത്. അപ്പം അവിടെ എന്തായിരിക്കണമെന്ന് വേദപുസ്തകം ദൈവം ദൈവം ചോദിച്ചാൽ വിശുദ്ധമായിരിക്കണം. അങ്ങനെ വിശുദ്ധമായിരിക്കുന്ന മനുഷ്യന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരം അല്ലേ? ദേഹം നമ്മുടെ ബാഹ്യമായി കാണുന്ന പ്രാകാരത്തിന് നിഴല് പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ സ്ഥലം നമ്മുടെ ഹൃദയം പ്രൈസ് ദി ലോർഡ്. അതിവിശുദ്ധ സ്ഥലം നമ്മുടെ ആത്മമണ്ഡലം. മനസ്സിലാകുന്നവർക്ക് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ ഈ ധൂപപീഠം എവിടെ ഇരുന്നാണ് സൗരഭ്യം ഉയർത്തേണ്ടതെന്ന് ചോദിച്ചാൽ ആലയത്തിന് വിശുദ്ധ സ്ഥലത്ത്. എവിടെ നിന്നാണ് പ്രാർത്ഥന ഉയരേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളുമാകുന്ന ആലയത്തിന്റെ വിശുദ്ധ ഭാഗമായി ദൈവം ആഗ്രഹിക്കുന്ന ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്നുള്ള വിശുദ്ധിയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയാണ് ദൈവം ഇച്ഛിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 11-ാം വാക്യം 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? മത്തായി എഴുതിയ സുവിശേഷം, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും.
അപ്പം നോക്കൂ, വേദപുസ്തകം എത്ര തെളിവായിട്ട് പറയുന്നു. നമ്മുടെ എൻ്റെ ആലയം പ്രാർത്ഥനാലയം. എൻ്റെ ആലയം എന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് ഏതാ? ദൈവം ഉദ്ദേശിക്കുന്ന ആലയം ഏതാ? ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യരാകുന്ന ആലയമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആലയത്തെ എന്തായിത്തീരണം? ഈ ആലയത്തിനകത്തുനിന്ന് ധൂപപീഠത്തിന്റെ അനുഭവം ഉണ്ടാകണം എന്ന് വേദപുസ്തകം ആഴമായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് പ്രാർത്ഥന ഉയരണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ എൻ്റെയും നിങ്ങളുടെയും എന്നല്ല, ലോകത്തിലെ സകല മനുഷ്യരെയും ദൈവത്തിൻ്റെ ആലയമായിട്ട് തന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യനത് തിരിച്ചറിയാതെ അവൻ്റെ ആലയത്തെ, അവൻ്റെ ശരീരമാകുന്ന ആലയത്തെ മദ്യശാലയ്ക്കും വെറിക്കൂത്തിനും തരങ്ങൾക്കും പ്രൈസലോട് സിനിമാ തിയേറ്ററും ഒക്കെ ആക്കി മാറ്റി അവൻ്റെ ആലയത്തെ വേദപുസ്തകം വായിക്കുന്നു. നമ്മൾ വായിച്ച വാക്യത്തിൽ നിങ്ങൾ എൻ്റെ ആലയം പ്രാർത്ഥനാലയം വിളിക്കപ്പെടും. എന്നാൽ നിങ്ങളോ അതിനെ എന്ത് ചെയ്തിരിക്കുന്നു? കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായ ആലയമായി, പ്രാർത്ഥനാലയമായി, നിരന്തരം പ്രാർത്ഥിക്കുന്ന ആലയമായി ദൈവം ആഗ്രഹിക്കുമ്പോൾ, എന്നാൽ ഒരു കൂട്ടം ആളുകൾ അതിനെ മദ്യശാലയാക്കി, അതിനെ വ്യഭിചാരശാലയാക്കി, അതിനെ വേശ്യാലയമാക്കി, അതിനെ ഇത്യാദി ലോകത്തിലെ സകല മാലിന്യങ്ങളും വന്നടിയുന്ന ഒരിടമാക്കി പലരും അതിനെ തീർത്തിരിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവവേദൽ അതിനെ പ്രാർത്ഥനാലയമായി സൂക്ഷിക്കാൻ ദൈവാത്മാവ് തിരുവഴുത്തുകളിലൂടെ നമ്മളോട് ആജ്ഞാപിക്കുകയാണ്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഒരു പ്രാർത്ഥനാലയമായിരിക്കാൻ നിങ്ങൾ മറക്കാതിരിക്കട്ടെ. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയമാണ്. ആ പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉയരണം. അപ്പോഴാണ് ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നത്. അപ്പോഴാണ് നമ്മളിൽ നിന്നുള്ള ആ സൗരഭ്യവാസനായ പ്രാർത്ഥന പുറപ്പെടുമ്പോഴാണ് ദൈവപ്രസാദം നമ്മളിൽ ഉണ്ടാകുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളെ കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവസാന്നിധ്യം ഉണ്ടാകും. ഒരു വാക്യം നമുക്ക് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1-2 വാക്യം കൊടുത്ത് വായിച്ച് നമുക്ക് ഭാഗങ്ങളിലെ കംപ്ലീറ്റ് ചെയ്യാം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ അവിടെ ഒരു ആത്മീയ സത്യം നമ്മളെ ഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവന്റെ മേലെ എന്തിറങ്ങുമെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിർമ്മലതയോടെ പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ മേൽ ഇറങ്ങി വരുന്നത് ദുരാത്മാവല്ല, അവന്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വ്യാപരിക്കും. എങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ ഉള്ളിൽ ദുരാത്മാവല്ല വ്യാപരിക്കുന്നത്, അവന്റെ ഉള്ളിൽ ദൈവാത്മാവ് വ്യാപരിക്കും. ഒരു കുടുംബത്തിനകത്ത് പ്രാർത്ഥന ഈ പറഞ്ഞ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഒരു വ്യക്തി ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ ആ കുടുംബത്തിനകത്ത് തേജസ് ഇറങ്ങും. ഒരു സഭയ്ക്കകത്താണെങ്കിൽ അവിടെ ദൈവ തേജസ് ഉണ്ടാകും. വ്യക്തികളിലാണെങ്കിൽ അവിടെ ആ ദൈവ സാന്നിധ്യം ഉറങ്ങും. അതിന് സംശയിക്കാനൊന്നുമില്ല. അപ്പോൾ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അപ്പോൾ അവർ പ്രാർത്ഥിക്കുകയും ദൈവ തേജസ് അവരുടെ മേലെ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. ഇത് പഴയ നിയമത്തിലെ ചരിത്രമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചാൽ ആ ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ സ്വപ്നത്തിൽ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിച്ചാൽ അവർ ഏകദേശം 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരുടെ മേൽ പതിഞ്ഞു. നോക്കൂ, പ്രാർത്ഥിക്കുന്ന പഴയ നിയമത്തിൽ വ്യാപരിച്ച ദൈവാത്മാവ് തന്നെ പുതിയ നിയമത്തിൽ അതുപോലെ വ്യാപരിക്കപ്പെടുകയാണ്. ആരുടെ മേൽ? പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ. എവിടെ? പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ, പ്രാർത്ഥിക്കുന്ന സഭയിൽ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ ആ ദൈവാത്മാവ് സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വ്യക്തമായി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരിക തന്നെ ചെയ്യും. പ്രൈസ്. വിശുദ്ധി വിട്ടിട്ട് തോന്നുന്ന പോലെ പ്രാർത്ഥിക്കുന്ന, വിശുദ്ധി വിട്ടിട്ട് സകല മലിനതകൾക്ക് അകത്ത് മുങ്ങി താഴ്ന്നിട്ട് അങ്ങനെയുള്ളവരും പ്രാർത്ഥിക്കുന്നവരെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. പ്രൈസ്. ആ പ്രാർത്ഥന ദൈവാത്മാവല്ല ഇറങ്ങി വരുന്നത്. അത്തരം ആളുകളുടെ പ്രാർത്ഥന ദുരാത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാകും. വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ, വിശുദ്ധിയോടെ ജീവിച്ച് ദൈവസന്നിധിയിൽ ഹൃദയ നിർമ്മലതയോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വ്യാപരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ധൂപപീഠവും
ഈ ധൂപപീഠത്തിലെ സുഗന്ധവർഗ്ഗങ്ങളും പ്രാർത്ഥനയ്ക്ക് നിഴലായിരിക്കുന്നു. ധൂപപീഠത്തിൻ്റെ ന്യായപ്രമാണ കാലത്തുള്ള ഈ ധൂപപീഠത്തിൻ്റെ അവസ്ഥ നീങ്ങിപ്പോയി. ഇനി നമ്മൾ ധൂപകലശത്തിൽ ധൂപമിട്ട് ശുശ്രൂഷകളിലോ വ്യക്തിപരമായ അനുഭവങ്ങളിലോ ധൂപം പുകച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയി. ഇനി ധൂപമായിട്ട് ഉയരേണ്ടത് വേദപുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ച പോലെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന, നിങ്ങളുടെയും പ്രാർത്ഥന ദൈവസന്നിധി, നമ്മൾ വിശുദ്ധനാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധി ധൂപമായിട്ട് ഉയരും. അതുപോലെ ആ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിലൂടെ തുടർന്നുള്ള ഭാഗങ്ങളെ ചിന്തിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ അനുഭവങ്ങളിൽ ജീവിപ്പാൻ, ഈ സത്യങ്ങളെ അറിഞ്ഞിട്ട് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് അറിയിച്ചിരിക്കാൻ, ആ സത്യങ്ങൾ നിലനിൽക്കുവാൻ കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.